ഇനി ഇലക്ഷൻ എക്സ്പെർട്ട് കടക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ മണ്ഡലത്തിലേക്കാണ്. 3 പതിറ്റാണ്ടായി മധ്യപ്രദേശിലെ BJPയുടെ കുത്തക മണ്ഡലമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഭോപ്പാൽ. എന്നാൽ ഇത്തവണ ഈ കോട്ട പൊളിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ ദിഗ്വിജയ് സിംഗിനെയാണ്. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ അടക്കമാണ് എതിരാളിയായി BJP പരിഗണിക്കുന്നത്. ഭോപ്പാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച സ്ഥലം. ഭോപ്പാൽ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക വാതക ദുരന്തമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭോപ്പാൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ദിഗ്വിജയ് സിംഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. മണ്ഡലത്തിന്റെ രൂപീകരണ കാലം മുതൽ പലരെയും മാറി മാറി പരീക്ഷിച്ചിരുന്നു ഭോപ്പാലുകാർ. 1989 BJPക്കൊപ്പം ചേർന്ന് നടന്നു. പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടായില്ല ആർക്കും. സുശീൽ ചന്ദ്രവർമ്മയാണ് ആദ്യം ഭോപ്പാലിൽ നിന്ന് ജയിച്ച് സഭയിലെത്തിയ BJP MP. മുൻ ചീഫ് സെക്രട്ടറിയിലൂടെ ആദ്യ ജയം. 3 തവണ കൂടി സുശീലിനെ പാർട്ടിയും ഭോപ്പാലിലെ ജനങ്ങളും കൂടെ നിർത്തി. ഉമാഭാരതിയായിരുന്നു പിന്നീട് ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. കൈലാഷ് ജോഷിയും അലോക് സഞ്ചാറും പിന്നെ ഭോപ്പാലിനെ പ്രതിനിധീകരിച്ചു. 3,70,696 വോട്ടിനായിരുന്നു 2014 ജയം. 32% അധിക വോട്ടോടെ. ഈ കോട്ടയിലേക്കാണ് മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗിനെ കോൺഗ്രസ് ഇറക്കിവിട്ടിരിക്കുന്നത്. രാജ്യസഭാ MP-യായ ദിഗ്വിജയ് സിംഗ് 1993-ലും 2003-ലും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. ഈ പരിചയസമ്പന്നത തന്നെയാണ് കോൺഗ്രസ് ഭോപ്പാൽ പിടിക്കാൻ ലക്ഷ്യമിടുന്നത്. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചുവരവും കോൺഗ്രസ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കോട്ട കാക്കാൻ മുതിർന്ന നേതാക്കളെ തന്നെയാണ് BJP പരിഗണിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരും ചർച്ചകളിലുണ്ട്. ദിഗ്വിജയ് സിംഗ് എന്ന സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവിന് മുന്നിൽ കോട്ട പൊളിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക് 24.